لكم من الطين كهيئة الطير فأنفخ فيه فيكون طيرا بإذن الله وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم إن في ذلك لآية لكم إن كنتم مؤمنين എന്ന് മൂസാ നബിയെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ കളിമണ്ണ് കുഴച്ചിട്ട് പക്ഷിയുടെ ഒരു രൂപമുണ്ടാക്കി, ആ രൂപത്തിലേക്ക് ഞാൻ ഊതിയാൽ യകൂനു തൈറൻ ബിഇദ്നില്ലാഹ്, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പക്ഷി, ആ കളിമണ്ണ് കൊണ്ടുണ്ടായ പക്ഷിയുടെ രൂപം അതൊരു പക്ഷിയായി അങ്ങ് പറന്നു പോകും. ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം. വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാഹ്, അതേ അന്ധത ബാധിച്ച ആളുകള്, അപ്രകാരം വെള്ളപ്പാണ്ട് ബാധിച്ചവര്, അങ്ങനെയുള്ള ആളുകളുടെ രോഗം ഞാൻ മാറ്റിത്തരും. അപ്രകാരം വഉഹ്യിൽ മൗതാ, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം. വഉനബ്ബിഉകും ബിമാ തഅകുലൂൻ, നിങ്ങൾ എന്താണ് ഇപ്പോൾ കഴിച്ചത്, നിങ്ങൾ കഴിച്ച ഭക്ഷണം എന്താണ് എന്ന് ഞാൻ അങ്ങ് പറഞ്ഞു തരും. വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങളുടെ വീട്ടിൽ ഞാൻ നിങ്ങൾ ഒളിച്ചു വെച്ചത് എന്താണ് എന്നും ഞാൻ പറഞ്ഞു തരും. ഇത് നിങ്ങൾക്കുള്ള ആയത്താണ്, ദൃഷ്ടാന്തമാണ്. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. അപ്പൊ ഈ ആയത്ത് ഓതിയപ്പോൾ മുസ്ലിയാർ ചിന്തിക്കുകയാണ്, ഇന്നി അഖ്ലുഖു ലക്കും മിനത്തീൻ കഹൈഅത്തി തൈർ ഫഅൻഫുഖു ഫീഹി യകൂനു തൈറൻ ബിഇദ്നില്ലാഹ് എന്ന് പറഞ്ഞാൽ, ഒരു കളിമണ്ണ് ഇങ്ങനെ കുഴച്ചിട്ട് ആ കളിമണ്ണിലേക്ക് അങ്ങ് ഊതിക്കഴിഞ്ഞാൽ അതങ്ങ് പക്ഷിയാകും. അപ്പൊ മുസ്ലിയാർ ചിന്തിച്ച്, ആദം നബി അല്ലാഹു സൃഷ്ടിച്ച എങ്ങനെ കളിമണ്ണ് കുഴച്ചിട്ട്, എന്നിട്ട് വനഫഖ്നാ ഫീഹി മിർ റൂഹി, ആത്മാവ് ഊതി കൊടുത്തു. അപ്പോ ആദമിന് ജീവൻ വന്നു, ആദമായി അല്ലേ? ഇതുപോലെ ഈസാ നബി ഇങ്ങനെ മണ്ണ് കുഴക്കുക, എന്നിട്ട് ഇങ്ങനെ ഊതുമ്പോ തന്നെ അതായി. അപ്പോ ഇതാ ആ ദൈവികമായ കഴിവ്, അള്ളാഹുവിന്റെ കഴിവുണ്ടല്ലോ, ആ കഴിവ് ആർക്കും കിട്ടി? ഈസാ നബിക്കും കിട്ടി. അത് മോശമല്ല. പിന്നെ ഒരു വ്യത്യാസം ഉണ്ടാവും. എന്താ ആ വ്യത്യാസം? ഒന്നേ ഉള്ളൂ, മറ്റേ അള്ളാഹ് കൊടുത്തതാണ്. ഏത്? ഈസാ നബിക്ക് അള്ളാഹ് കൊടുത്തതാണ്, അള്ളാഹ്ക്ക് ആരും കൊടുത്തല്ല, അള്ളാഹ്ക്ക് ഉള്ളതാണ്. ആ വ്യത്യാസം അല്ലാതെ വേറൊരു വ്യത്യാസം ഇല്ല. ഇപ്പോ അള്ളാഹു അവനെ പോലെ പല ആളുകൾ ഉണ്ടാക്കും, അള്ളാഹുവിനെ പോലെ പ്രവർത്തിക്കുന്ന പലരും ലോകത്തുണ്ട്. അതിലെ പറഞ്ഞതിനർത്ഥം അള്ളാഹുവിനെ പോലെ കാണുന്ന, അള്ളാഹുവിനെ പോലെ പ്രവർത്തിക്കുന്ന, അള്ളാഹുവിനെ പോലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ആളുകൾ അള്ളാഹുവല്ലാതെ മറ്റുള്ളവരും ഉണ്ടാകും എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. എന്താ ചെയ്യുക? ഇദ്ദേഹം തന്നെ ആ പ്രസംഗത്തിനിടയിൽ പറയേണ്ടത്, ഈസാ നബിക്ക് അള്ളാഹ് കൊടുത്ത കഴിവാണ് മരിച്ചവരെ ജീവിപ്പിക്കുക. അള്ളാഹ് കൊടുത്ത കഴിവാണ്, അള്ളാഹ് കൊടുത്ത കഴിവാണ് മരിച്ചവരെ ജീവിപ്പിക്കുക. അത് കേട്ടോളൂ, എന്നിട്ട് ഞാനത് പറഞ്ഞു തരാം. എന്താണ് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്? അതേ, കുഷ്ഠരോ വെള്ളപ്പാണ്ട് രോഗത്തെ ഞാൻ മാറ്റിത്തരാം, ജന്മന അന്ധനായ ആളുകളുടെ കാഴ്ച ഞാൻ നൽകാം, മരണപ്പെട്ടവരെ പോലും ഞാൻ ജീവിപ്പിച്ചു തരാം ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ സമ്മതം കൊണ്ട്. അല്ലാഹു തആല കൊടുത്ത കഴിവ് കൊണ്ട് മരണപ്പെട്ടവരെ ജീവിപ്പിച്ചു തരാം. അല്ലാഹു തആല കൊടുത്ത കഴിവ് കൊണ്ട് അതേ രോഗം മാറ്റി തരാം. ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ കഴിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒക്കെ അള്ളാഹു നൽകിയ കഴിവ് കൊണ്ടാണ്. അപ്പൊ അല്ലാഹു തആല ഈസാ നബി അലൈഹിസ്സലാമിന് കഴിവ് കൊടുത്തു. കണ്ടോ? ഈസാ നബിക്ക് അള്ളാഹ് കഴിവ് കൊടുത്തു. എന്ത്? മരിച്ചവരെ ജീവിപ്പിക്കാൻ, ജീവൻ നൽകാനുള്ള കഴിവ്. പക്ഷിയെ ഊതി കിട്ടാതെ ജീവൻ നൽകാനുള്ള കഴിവ്, അതുപോലെ തന്നെ പക്ഷിയെ സൃഷ്ടിക്കാനുള്ള കഴിവ്, ഇതൊക്കെ ഈസാ നബിക്ക് അള്ളാഹ് കൊടുത്തു. ഇത് അള്ളാഹു കൊടുത്ത ദൈവികമായ കഴിവാണ്. ഒന്ന് ആലോചിക്കണ്ടേ, ഒന്ന് ചിന്തിക്കണ്ടേ? ഈ ആയത്തിന്റെ വ്യാഖ്യാനം ആ ലൈബ്രറിയിൽ ഇങ്ങനെ അട്ടിയിട്ട് സൗന്ദര്യത്തിന് വേണ്ടി വെച്ചിട്ടുള്ള കിതാബ് എന്ന് മറിച്ചു നോക്കിയാൽ, ആ റാസിയെങ്കിലും എടുത്ത് മറിച്ചു നോക്കിയാൽ അതിൽ എഴുതിയിട്ടില്ലേ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ, ലൈസൽ അംറു കദാലിക് ബലില്ലാഹു തആല കാന യഖ്ലുഖുൽ ഹയാത്ത് ഫീ ദാലികൽ ജിസ്മി ബിഖുദ്റതിഹി. ഒരിക്കലും ഈസാ നബിയല്ല ആ പക്ഷിയെ സൃഷ്ടിച്ചത്, ആ ഈസാ നബിയല്ല ആ പക്ഷിക്ക് ജീവൻ കൊടുത്തത്, അള്ളയാണ്. കാന യഖ്ലുഖുൽ ഹയാത ഫീ ദാലികൽ ജിസ്മ ബിഖുദ്റതിഹി. ഈസാ നബിയുടെ കഴിവ് കൊണ്ടല്ല, അല്ലാഹുവിന്റെ കഴിവ് കൊണ്ട് ആ പക്ഷിയെ അല്ലാഹു സൃഷ്ടിച്ചു. ആ പക്ഷിയെ അല്ലാഹു സൃഷ്ടിച്ചു. അപ്പൊ ഈസാ നബി പറഞ്ഞില്ലേ ഫഅൻഫുഹു ഫീഹി, ശരിയാണ്, ഈസാ നബി ഊതിയിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവാണ്
ഈസാ നബി ഊതുക, അല്ലാഹു സൃഷ്ടിക്കുക. അല്ല, ഈസാ നബി സൃഷ്ടിച്ചല്ല. ഈസാ നബി ഊതുമ്പോ അല്ലാഹു സൃഷ്ടിച്ചു കൊടുക്കും. മുഅ്ജിസത്താണ്. ആ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത്. ഈസാ നബി അല്ലാഹുവിനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണെന്നതിന് തെളിവ്, ദൃഷ്ടാന്തം അല്ലാഹു ഈസാ നബിയിലൂടെ പ്രകടമാക്കുന്നു. ഒരു കളിമണ്ണ് അത് കുഴച്ച് ഒരു പക്ഷിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് ഈസാ നബി അങ്ങ് ഊതുമ്പോ കാന യഖ്ലുഖുൽ ഹയാത്ത് ഫീ ദാലികൽ ജിസ്മി ബിഖുദ്റതിഹി, അല്ലാഹു അവന്റെ ഖുദ്റത്ത് കൊണ്ട്, അല്ലാഹു അവന്റെ കഴിവ് കൊണ്ട് ആ പക്ഷിയെ സൃഷ്ടിക്കുന്നു. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്? ഫീഹി അലാ സബീലി ഇൽഹാറ മുഅ്ജിസാത്ത്, പ്രവാചകനായ ഈസാ നബിയിലൂടെ ഒരു അമാനുഷികത, ഒരു മുഅ്ജിസത്ത് പ്രകടമാക്കാൻ വേണ്ടിയാണ് അല്ലാഹു അങ്ങനെ ചെയ്തത്. ഈ പറഞ്ഞതാണ് ശരി, ഇതാണ് ഹക്ക്. നാളെ വന്നിട്ട് അത് കളവാന്ന് പറയണ്ട. റാസി പറയണ ഹക്കാണ് ഈ പറഞ്ഞത്. കാരണം അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അല്ലാഹു അവനാണ് ജീവിതത്തെ സൃഷ്ടിച്ചവൻ, ജീവൻ സൃഷ്ടിച്ചവൻ, മരണത്തെ സൃഷ്ടിച്ചവൻ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, അല്ലാഹയാണ് ജീവിതം സൃഷ്ടിച്ചവൻ, ഹയാത്ത് സൃഷ്ടിച്ചവൻ അല്ലാഹയാണ്. ഹയാത്തിന്റെ ഖാലിഖ് അല്ലാഹയാണ്. റാസി മറ്റൊരു തെളിവ് കൂടി വെക്കുന്നു. വഹക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാം അന്നഹു ഖാല ഫീ മുനാദറതിഹി മഅൽ മുൽക്കി റബ്ബി അല്ലദീ യുഹ്യീ വയുമീത് ഫലൗ ഹസല ലിഗൈരിഹി ഹാദിഹി സിഫതു ലബതല ദാലികൽ ഇസ്തിദ്ലാൽ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതേ നമ്രൂദ് എന്ന ഭരണാധികാരിയുമായി ഒരു വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട്. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്രൂദിന്റെ അടുക്കൽ ചെന്നിട്ട്, ഞാനാണ് വലിയ റബ്ബ് എന്ന് വാദിക്കുന്ന നമ്രൂദിന്റെ അടുക്കൽ ചെന്നിട്ട് മഹാനായ ഇബ്രാഹിം നബി പറഞ്ഞു. എന്താ പറഞ്ഞത്? റബ്ബി അല്ലദീ യുഹ്യീ വയുമീത്, എന്റെ റബ്ബ് അവനാണ് ജീവൻ നൽകുന്നവൻ, അവനാണ് മരണം നൽകുന്നവൻ. എന്റെ റബ്ബാണ് ജീവിപ്പിക്കുന്നവൻ, എന്റെ റബ്ബാണ് മരിപ്പിക്കുന്നവൻ. നമ്രൂദിന്റെ അടുക്കൽ ചെന്നിട്ട് ഇബ്രാഹിം നബി പറയാ. നമ്രൂദ് തിരിച്ചു മറുപടി പറഞ്ഞു, അന ഉഹ്യീ വ ഉമീത്, ഞാനും ജീവിപ്പിക്കുമടോ, ഞാനും മരിപ്പിക്കുമടോ. എന്നിട്ട് നമ്രൂദ് ജീവിപ്പിച്ചു. രണ്ടാൾക്കാരെ വിളിച്ചു. ഒരാളെ തലവെട്ടി കണ്ടു, അയാള് മരിച്ചിട്ടുണ്ട്. മറ്റേയാളോ ജീവിക്കുന്നുണ്ട്, ഞാനും ജീവിപ്പിക്കും. ആ സമയത്ത് മഹാനായ ഇബ്രാഹിം നബി മറുപടി പറഞ്ഞു, ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ് ഫബുഹിതല്ലദീ കഫർ. എന്റെ റബ്ബ് സൂര്യനെ കൊണ്ടുവരുന്നത് കിഴക്ക് നിന്നാണ്. നീ റബ്ബാണെങ്കിൽ, ഇലാഹാണെങ്കിൽ, ആരാധ്യനാണെങ്കിൽ ആ സൂര്യനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരാൻ നിനക്ക് കഴിയുമോ? ഫബുഹിതല്ലദീ കഫർ. അങ്ങനെയാണ് വായടയുന്നത് എന്ന് ഖുർആൻ. അവിശ്വാസിയുടെ വായടയുന്നത് അങ്ങനെയാണ്. ലോകത്ത് ഗണ്ണന പ്രസംഗവും വാദപ്രതിവാദവും പണ്ടുണ്ട്. ഗണ്ണന പ്രസംഗവും വാദപ്രതിവാദം നടക്കുക പണ്ടും അങ്ങനെ തന്നെ. ഒരാൾ അള്ളക്ക് വേണ്ടി വാദിക്കുക, മറ്റേയാൾ അയാൾക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടി വാദിക്കുക, പടപ്പിന് വേണ്ടി വാദിക്കുക. ഒരാൾ പടച്ചവന് വേണ്ടി വാദിക്കുക, മറ്റേയാൾ പടപ്പിന് വേണ്ടി വാദിക്കുക. നമ്രൂദ് അങ്ങനെ തന്നെ. നമ്രൂദ് ഒരു പടപ്പിന് വേണ്ടി വാദിച്ചത്, ഇബ്രാഹിം നബി പടച്ചവന് വേണ്ടി വാദിച്ചത്. അങ്ങനെ വാദിച്ചു എന്നിട്ട് അള്ളാനെ പരിചയപ്പെടുത്തി ഇബ്രാഹിം നബി. യുഹ്യീ വയുമീത്, എന്റെ റബ്ബ് റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്, എന്റെ റബ്ബ് അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ. ഈ